ഡോക്ടർ ഷീലമണി, കൊല്ലം ട്രാവൻകൂർ മെഡിക്കൽ കോളേജിലെ പ്രൊഫസർ എമറിറ്റസ് ആണ്. ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് 38 വയസ്സുള്ള ഒരു സ്ത്രീയുടെ വിജയകഥയാണ്. ഇവർ വയറുവേദനയെ തുടർന്നാണ് 3 മാസം ഗർഭിണിയായ ഒരു സ്ത്രീയെ കാഷ്വാലിറ്റിയിലേക്ക് വന്നത്. ഇവരുടെ രണ്ടാമത്തെ പ്രഗ്നൻസിയാണ്. ആദ്യത്തെ മകന് 16 വയസ്സ് പ്രായമുണ്ട്. സ്കാൻ ചെയ്തപ്പോൾ അപ്പോൾ ഈ വയറുവേദനയെ തുടർന്ന് സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ യൂട്രസ് മുഴുവൻ വലിയ ഫൈബ്രോയിഡ് മുഴകളാണ്. അപ്പോൾ ഇതിനുള്ളിൽ 3 മാസം പ്രായമുള്ള ചെറിയ കുഞ്ഞുമുണ്ട്. അപ്പോൾ ഈ മുഴകളുടെ വലിപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5 സെൻറ്റിമീറ്റർ തൊട്ട് 13 സെൻറ്റിമീറ്റർ വലിപ്പമുള്ള വലിയ മുഴകളാണ്. അപ്പോൾ നമുക്ക് അവർക്ക് തന്നെ അവരുടെ വീട്ടുകാരുടെ അഭിപ്രായം ഒരു റിസ്ക് എടുത്ത് ഈ പ്രഗ്നൻസി മുന്നോട്ട് കൊണ്ടുപോകണ്ട എന്നുള്ളതാണ്. പക്ഷെ ഞാനും ആദ്യം അതിനോട് തന്നെ യോജിച്ചു. കാരണം ഭയങ്കര റിസ്ക്കാണ്. ഇതിനിടയ്ക്ക് ഭയങ്കര വയറുവേദനയായിട്ടാണ് ഇപ്പോൾ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത്. വീണ്ടും ഈ പെയിൻ വരാം, ഡീജനറേറ്റീവ് ചേഞ്ചസ് വരാം, അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാകാം. പക്ഷേ പ്രശ്നം അതൊന്നും അല്ല. ഈ 16 വയസ്സുള്ള മോന് അവന് ഈ അമ്മ പ്രഗ്നൻ്റ് ആയെന്ന് അറിഞ്ഞപ്പോൾ തൊട്ട് ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര എക്സൈറ്റഡ്. അവന് കുഞ്ഞിനെ വേണം. അപ്പോൾ അവസാനം അവൻ്റെ നിർബന്ധം പ്രകാരം ഞങ്ങൾ വീട്ടുകാരുമായിട്ട് ആലോചിച്ചിട്ട് ഒരു റിസ്ക് എടുത്ത് ഈ പ്രഗ്നൻസി മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് തന്നെ തീരുമാനിച്ചു. പിന്നെ ഇത് കൂടാതെ ഇവർക്ക് ഡയബറ്റീസ് ഉണ്ട്, തൈറോയ്ഡ് ഡിസീസ് ഉണ്ട്, പിന്നെ റുമറ്റോളജിക്കൽ പ്രോബ്ലം ഉണ്ട്. ഇങ്ങനെയൊക്കെ ഒരുപാട് റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. പക്ഷേ എന്നിരുന്നാലും ഈ കൂടെ ഇവരെ ഇങ്ങനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുകയും മൾട്ടി വൈറ്റമിൻസ് കൊടുക്കുക, പിന്നെ ഡയബറ്റീസിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കുക, പിന്നെ അതുപോലെ പ്രഗ്നൻസി അഡ്വാൻസ് ചെയ്തപ്പോൾ തന്നെ പിന്നെ ഞങ്ങൾ ശ്വാസകോശം വികസിക്കാനായിട്ടുള്ള മരുന്ന് കൊടുക്കുക, പിന്നെ ബ്രെയിൻ ഡെവലപ്പിനുള്ള മരുന്ന് കൊടുക്കുക, ഇങ്ങനെ പല ട്രീറ്റ്മെൻറ്റും ഞങ്ങൾ ചെയ്തു. എന്നിട്ട് അവസാനം 36 ആഴ്ച വരെ വലിയ പ്രശ്നമില്ലാതെ തന്നെ മുന്നോട്ട് പോയി. ഒരു 2.75 kg വെയിറ്റുള്ള കുഞ്ഞിനെ സിസേറിയൻ ഡെലിവറി വഴി നമുക്ക് പുറത്തെടുക്കാൻ പറ്റി. അപ്പോൾ കുഞ്ഞുടനെ കരയുകയൊക്കെ ചെയ്ത് കുഞ്ഞിനെ അമ്മയൊക്കെ കാണിച്ചു, ഭയങ്കര ഹാപ്പിയായി. പക്ഷേ ഇവർക്ക് ഇനി ഒരുപാട് ഫൈബ്രോയിഡ് വലിയ ഫൈബ്രോയിഡ് മുഴകളുള്ളത് കൊണ്ടും പിന്നെ അമിത രക്തസ്രാവം ഉള്ളത് കൊണ്ടും ഇതിനോടൊപ്പം തന്നെ നമുക്ക് യൂട്രസ് റിമൂവലും കൂടെ ചെയ്യേണ്ടി വന്നു. പക്ഷേ ഇപ്പം അമ്മയും കുഞ്ഞും നല്ല സുഖമായിട്ടിരിക്കുന്നു, ഒരു കുഴപ്പവുമില്ല, വളരെ ഹാപ്പിയായിട്ട് അവർ വീട്ടിൽ പോയി. താങ്ക് യു.